ഇന്ന് നമ്മൾ മൂന്നും കൂടി പോകുന്നത് ഒരു എക്സാം എഴുതാൻ വേണ്ടിയിട്ടാണ്. കോഴിക്കോടാണ് എക്സാം. അപ്പൊ ഇക്രേനെ അടുത്ത് ഇറങ്ങിയിട്ട് ഞങ്ങൾ അവിടുന്ന് നടന്നു. ഈ ശില്പയ്ക്കാണെങ്കിൽ വഴിയൊക്കെ അറിയാന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ നടന്നത്. അങ്ങോട്ട് പോണതിന് മുന്നേ വല്ല ഫുഡും കഴിച്ചിട്ട് പോവാന്ന് പറഞ്ഞത് നമ്മൾ നേരെ ഹോട്ടലിൽ കയറി മസാല ദോശ ഓർഡർ ചെയ്തിട്ട് അതും കഴിച്ച് പിന്നെ നമ്മൾ നേരെ പോയത് എക്സാം സെന്ററിലേക്കാണ്. അവിടെ എത്തിയപ്പോഴാണെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. എക്സാം അല്ലേ, ആൾക്കാരുണ്ടാവാണ്ടിരിക്കില്ലല്ലോ. അപ്പൊ അവിടെ നോക്കിയപ്പോഴാ ബട്ടർഫ്ലൈസ് നല്ല രസമില്ലേ കാണാൻ. പിന്നെ ഞങ്ങൾ അകത്ത് കയറി വെരിഫിക്കേഷൻ ഒക്കെ കഴിഞ്ഞ് 10 മണിക്ക് പോയാൽ നമ്മുടെ എക്സാം തുടങ്ങുകയാണെങ്കിൽ 12 മണിക്ക്. അങ്ങനെ സീറ്റൊക്കെ അറേഞ്ച് ചെയ്ത് നമ്മൾ ഓരോരോ മൂലയ്ക്ക് പോയിരിക്കുകയാണ്. അങ്ങനെ എക്സാം ഒക്കെ കഴിഞ്ഞ് ഈ എക്സാം കഴിഞ്ഞിട്ട് ഇന്റർവ്യൂ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ലഞ്ച് ബ്രേക്കാണ് ഇപ്പോൾ. അത്രയും നേരം ചുമ്മാ ഇരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ലുഡോ കളിക്കാൻ തുടങ്ങി. ലുഡോ കളിച്ച് ജയിച്ചതാണെങ്കിലും നമ്മുടെ ഈ ശില്പായി. അങ്ങനെ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ശില്പ പഠിച്ച കോളേജിലേക്കാണ്. അവളുടെ ഓർമ്മകൾ അയവിറക്കാൻ വേണ്ടിയിട്ട് അവൾ ഞങ്ങളെയും കൂട്ടിക്കൊണ്ട് പോവാണ് അങ്ങോട്ട്. അവിടെ എത്തിയപ്പോഴാണെങ്കിൽ അവൾക്ക് കുറേ കഥകൾ പറയാനുണ്ട് കേട്ടോ. പിന്നെ അവളുടെ കുറേ ഫോട്ടോയും എടുത്തു കൊടുത്തിട്ട് നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ നമ്മൾ നേരെ കോഴിക്കോടേക്ക് ബസ് കയറി. ഉച്ചയ്ക്കാണെങ്കിൽ നമ്മളൊന്നും കഴിച്ചൂല. ഇപ്പൊ ആണെങ്കിൽ വൈകുന്നേരമായി. അപ്പൊ നമ്മൾ നേരെ ഹോട്ടലിൽ കയറി ബിരിയാണി ഓർഡർ ചെയ്ത്. ഇവളുടെ ലെഗ് പീസ് എനിക്ക് കാണിച്ചു തരാട്ടോ. അപ്പൊ എനിക്കും ലെഗ് പീസ്. അവിടുന്ന് ഇറങ്ങി നമ്മൾ നേരെ സ്റ്റാൻഡിൽ പോയി. മാനന്തവാടി ബസ്സിൽ കയറാനാണെങ്കിൽ നല്ല തിരക്കുണ്ട്. നമ്മൾ ഒരു ബസ്സിലാണെങ്കിലും പല ഭാഗത്തായിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ നമ്മളെ വീട്ടിലേക്ക് പോയി. എത്തിയപ്പോഴത്തേക്ക് ഒരു 10 മണിയായി.